ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു തൈര് കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു തൈര് കറി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മുടെ വഴുതനങ്ങയിൽ ഇതാ നന്നായിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ നമ്മുടെ വഴുതനങ്ങൻ്റെ ഒരു വശമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ തിരിച്ചിട്ട് കൊടുക്കുകയാണേ. ഇപ്പോൾ ഇതാ വഴുതനങ്ങ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് നിന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ ഞാൻ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഞാൻ സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ ഏറിപ്പോകും കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വഴുതനങ്ങയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിതാ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം മൂത്ത് വരുമ്പോൾ 2 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയത് 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിക്കട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തൈര് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മതി, വേറൊരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.